ഇന്നലെ ബജറ്റ് പ്രഖ്യാപനത്തിലൊന്നും കേരളത്തിനുള്ള അതിവേഗ റെയിൽപാതയെക്കുറിച്ച് പരാമർശമില്ല. പക്ഷേ ശ്രീധരൻ സ്വന്തം നിലയിലൊരു ഓഫീസ് തുടങ്ങി, ഭാര്യ അതിൽ വിളക്ക് കൊളുത്തി. ശരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി തന്നെയാണോ, അതല്ല ഇനി ശ്രീധരൻ സ്വകാര്യമായി എന്തെങ്കിലും തുടങ്ങുന്നതിൻ്റെ ഓഫീസാണോ ഉദ്ഘാടനം ചെയ്തത്? ഷമ്മി, പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ DMRCയുടെ അതായത് ശ്രീധരൻ ചുമതലയുള്ള ഈ അതിവേഗ റെയിൽ പ്രഖ്യാപിക്കുമെന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. പക്ഷെ അതുണ്ടായില്ല. പിന്നീട് ഈ ബജറ്റിൽ ഇതിനായി ഒരു തുക ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതും ഉണ്ടായില്ല. പക്ഷെ ഓഫീസ് അദ്ദേഹം ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. ഇത് DMRCയുടെ പ്രൊജക്റ്റാണ്. അതിന് DPR തയ്യാറാക്കുന്നതിനാണ് ഇങ്ങനെ ഒരു ഓഫീസ് തുറക്കുന്നത് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷേ ഇന്ന് ഈ ഓഫീസ് ഉദ്ഘാടനത്തിന് DMRCയുടെ പ്രതിനിധികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ജനറൽ മാനേജർ ആയിരുന്നപ്പോൾ കൂടെ ജോലി ചെയ്തിരുന്ന, ഇപ്പോൾ റിട്ടയർ ചെയ്ത അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, DMRCയിൽ നിന്നുണ്ടായിരുന്നത്. ഭാര്യ രാധ തന്നെയാണ് വിളക്ക് കൊളുത്തി ഈ ഓഫീസ് ഉദ്ഘാടനവും ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ റെയിൽവേ മന്ത്രിയോ അതല്ലെങ്കിൽ DMRCയോ ഇങ്ങനെ ഒരു പ്രഖ്യാപനം, ഈ ഒരു റെയിലിന്റെ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഈ ഒരു ഓഫീസ് തുടങ്ങുന്നതിന് പോലും ഒരു അനുമതിയോ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ കൈവശം ഇല്ല, അല്ലെങ്കിൽ DMRCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് ഇത്തരത്തിലൊരു ഓഫീസ്, അതും പൊന്നാനിയിൽ ഒരു ഓഫീസ് അദ്ദേഹം ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഷമ്മി, സ്വാലിഹ്, ഇതിപ്പോ കേന്ദ്ര റെയിൽ മന്ത്രിയോടുള്ള ഒരു പ്രതിഷേധം എന്ന നിലയിൽ വല്ലതുമാണോ ഇത്തരത്തിലൊരു ഓഫീസ് തുറന്നിരിക്കുന്നത്? അതായത് ഇദ്ദേഹം 16-ാം തീയതി അശ്വിനി വൈഷ്ണവിനെ പോയി കാണുന്നു. അദ്ദേഹം പറയുന്നു ഉറപ്പായും ഈ ഒരു അതിവേഗ പാത ഉണ്ടാകും എന്ന് പറയുന്നു. അതിനുശേഷം ആദ്യം വിചാരിച്ചത് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോൾ അവിടെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല. പിന്നീടാണ് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ അതിലും പ്രഖ്യാപനം ഉണ്ടായില്ല. അപ്പോൾ തന്നെ പറഞ്ഞ് പറ്റിച്ചതിൻ്റെ ഒരു വാശിക്ക് അദ്ദേഹം സ്വന്തം നിലയിൽ ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്തതാണോ, ഭാര്യയെ കൊണ്ട് വിളക്ക് കൊളുത്തിപ്പിച്ചതാണോ എന്ന് സംശയിക്കേണ്ടി വരും. ഷമ്മി, ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത്, അദ്ദേഹം സ്വന്തമായി ഒരു പ്രൊജക്ട് തയ്യാറാക്കി കേന്ദ്ര റെയിൽവേ മന്ത്രിയെ നേരിട്ട് കണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇക്കാര്യത്തിൽ ഇതൊരു നല്ല പദ്ധതിയാണ് എന്നൊരു മറുപടി അദ്ദേഹത്തോട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുമായി മുന്നോട്ട് പോകണമെന്നോ അത്തരത്തിൽ ഏതെങ്കിലും നിയമപരമായി നിയമസാധുതയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവോ അല്ലെങ്കിൽ അനുമതിയോ അദ്ദേഹം നൽകിയിട്ടില്ല. DMRCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. DMRC അദ്ദേഹം നേരത്തെ ജനറൽ മാനേജർ ആയിരുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അവർ വഴി ഇത് ചെയ്യാമെന്ന് ഇദ്ദേഹം ശ്രീധരൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളാണ്. പക്ഷെ DMRCയും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വരുത്തിയിട്ടുമില്ല. ഇതിൽ വലിയ തമാശ, ഇതിന്റെ 49% തുക സംസ്ഥാന സർക്കാർ ചെലവഴിക്കുമെന്നാണ് ശ്രീധരൻ തന്നെ പറയുന്നത്. പക്ഷെ സർക്കാരിനോട് ഇപ്പോൾ ഇത് പറയേണ്ട ആവശ്യമില്ല, ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP പിന്നിൽ നിന്ന് നടത്തുന്ന ഒരു പ്രത്യേകിച്ച് ഈ മധ്യവർഗ വോട്ടുകളൊക്കെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രീധരനെ ഉപയോഗിച്ച് നടത്തുന്ന ഒരു നാടകമാണെന്ന് ഇത് സംശയിക്കേണ്ടിയിരിക്കുന്നു. പൂർണ്ണമായും ഒരു അനുമതിയുമില്ലാതെ അദ്ദേഹം ഇത്തരത്തിൽ ഒരു ഓഫീസ് തുറന്ന് ഇന്ന് അതിന്റെ ഒരു പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് നാളെ മുതൽ അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ആളുകളെ നേരിട്ട് കണ്ട ഈ പദ്ധതി ബോധ്യപ്പെടുത്തും. ഇത് പാരിസ്ഥിതികമായി ഒക്കെ വലിയ ഗുണങ്ങളുള്ള പദ്ധതിയാണ്. അതുകൊണ്ട് ഒരുപാട് നേട്ടം സംസ്ഥാനത്തിന് ഉണ്ടാവും, പാരിസ്ഥിതികമായുള്ള നേട്ടങ്ങൾ ഉണ്ടാവും എന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അദ്ദേഹം സ്വന്തം നിലയിൽ ഇതിനായി പഠനം നടത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ ഈ ഒരു ഓഫീസിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. അതിൽ നിന്ന് പിന്മാറില്ല. അതിന് ഫുൾ പവർ സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ട്, കേന്ദ്രത്തിൽ നിന്നുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഷമ്മി.